ലംഘിച്ചുള്ള ആകാശ് തില്ലങ്കേരിയുടെ വാഹനയാത്രയിൽ സ്വമേധയാ കേസെടുക്കാൻ ഹൈക്കോടതി. വാഹനം ഓടിക്കുന്നത് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കുന്നു. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതും കുറ്റകരമെന്ന് ഹൈക്കോടതി പറഞ്ഞു. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, കർശനമായ നിയമങ്ങൾ ഉള്ള നാടാണ് നമ്മുടേത്. ആ നിയമങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഹൈക്കോടതിക്ക് ഇത്തരത്തിൽ ഇടപെട്ട് സംസാരിക്കേണ്ടി വരുന്നത് എന്നത് ഖേദകരമാണ്. എന്താണ് കോടതി വ്യക്തമാക്കിയത്? കഴിഞ്ഞ ദിവസമാണ് ക്രിമിനൽ കേസ് പ്രതി ആകാശ് തില്ലങ്കേരി നിയമം ലംഘിച്ചുകൊണ്ട് വാഹനയാത്ര ജീപ്പിൽ യാത്ര നടത്തുകയും അത് റീൽസ് ആയിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഈ റീൽസ് അടക്കം പരിശോധിച്ചുകൊണ്ടാണ് നടപടി വേണമെന്നുള്ള തരത്തിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുന്നത്. വാഹനം ഓടിക്കുന്നത് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നതെന്ന് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, ഹരിശങ്കർ വി മേനോൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഇത്തരം വാഹനങ്ങൾ പൊതുസ്ഥലത്ത് ഉണ്ടാകാനേ പാടില്ല. ഇക്കാര്യത്തിൽ കർശന നടപടി മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കോടതി ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതാണ്. ഈ വീഡിയോകൾ, അതായത് ആകാശ് തില്ലങ്കേരി അടക്കമുള്ളവർ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയുള്ള യാത്രകൾ അത് റീൽസ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത്തരം വീഡിയോകൾ യൂട്യൂബ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ അടക്കം ആ വീഡിയോകൾ പ്രചരിപ്പിക്കാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തണം. വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ്. കാരണം നിയമലംഘനം നടത്തുകയാണ്, അത് വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക എന്നത് അത് അതീവ ഗൗരവകരമാണെന്ന് കൂടി ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ആകാശ് തില്ലങ്കേരിക്കെതിരെ അടക്കം സ്വമേധ കേസെടുക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. വടകരയിൽ നേരത്തെ സീബ്ര ലൈൻ മുറിച്ചു കടന്ന വേളയിൽ കുട്ടികൾ വാഹനം ഇടിക്കാൻ വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിലും സ്വമേധയാ കേസെടുക്കുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല വ്ളോഗിംഗ് എന്നുകൂടി ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ ആകാശ് തില്ലങ്കേരി വിഷയത്തിലും അതോടൊപ്പം തന്നെ വടകരയിലെ അപകടത്തിലും സ്വമേധയാ കേസെടുത്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കാനാണ് ഹൈക്കോടതിയുടെ തീരുമാനം. അതിനിടയിൽ തന്നെ നേരത്തെ, അതായത് ഈ സർക്കാർ വാഹനത്തിൽ ബീക്കൺ ലൈറ്റ് ഘടിപ്പിച്ച ഒരു സംഭവം, അതായത് KMML MDയുടെ വാഹനത്തിൽ ബീക്കൺ ലൈറ്റ് ഉപയോഗിച്ച സംഭവം, അതിന്റെ ദൃശ്യങ്ങളടക്കം ഹൈക്കോടതി ഇന്ന് പരിശോധിച്ചിരുന്നു. ഇക്കാര്യത്തിലും ഹൈക്കോടതിയുടെ കർശന താക്കീതും നടപടിയും ഉണ്ടായിട്ടുണ്ട്. വാഹനം പരിശോധിച്ച് നടപടി സ്വീകരിക്കാനായിട്ട് മോട്ടോർ വാഹന വകുപ്പിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വാഹനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നമ്പർ പ്ലേറ്റ്, അതായത് നെയിം ബോർഡ് അടക്കം ഉണ്ടായിരുന്നു. നിയമ നടപടികളിലേക്ക് ഇക്കാര്യത്തിൽ കടക്കണമെന്ന് കൂടി ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, പലയിടങ്ങളിലും നടപ്പാതകളിൽ വാഹനം പാർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇക്കാര്യത്തിൽ സ്വമേധയാ കേസെടുത്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് ജസ്റ്റിസിനോട് ഇക്കാര്യത്തിൽ അനുമതി തേടാനുള്ള നടപടിക്രമങ്ങളിലേക്കും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കടന്നിരിക്കുകയാണ്. എന്തായാലും ഈ നേരത്തെ ആകാശ് തില്ലങ്കേരി ജീപ്പ് യാത്ര നടത്തിയത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പിൽ, അതോടൊപ്പം തന്നെ സീറ്റ് ബെൽറ്റ് അടക്കം ധരിക്കാതെയുമായിരുന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാവുകയും വാർത്തകൾ പ്രചരിക്കുകയും പിന്നീട് മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുകയുമായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ സ്വമേധയാ കേസെടുത്തുകൊണ്ട് കർശന നടപടിയിലേക്ക് കടക്കാനാണ് ഹൈക്കോടതിയുടെ തീരുമാനം. അടുത്ത ദിവസം ഈ ഹർജികൾ, അതായത് വാഹന രൂപമാറ്റം വരുത്തിയത് സംബന്ധിച്ചുള്ള വിഷയം പരിഗണിക്കുന്ന അത് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. നാളെ ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഏതൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന കാര്യം ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യും. ശരി രേഷ്മ.